ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അച്ഛൻ്റെ കസിൻ അനിയത്തിയുടെ കൊച്ചിൻ്റെ പേരിടൽ ചടങ്ങാണ് കേട്ടോ. 28 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു പേരിടൽ ചടങ്ങാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചേച്ചിയും ചേട്ടന്മാരൊന്നുമില്ല, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഞാനും അച്ഛനും അമ്മയും അച്ചാമ്മയും അച്ചാച്ചനും ഓട്ടോനും പോയി. അതുപോലെ തന്നെ വല്യമ്മയും വലിച്ചനും 2 വീലറിനും കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛൻ്റെ ഈ ഒരു അനിയത്തിയുടെയൊക്കെ വീട് നമ്മൾ ഇതുവരെയും വീട്ടിൽ പോയിട്ടൊന്നുമില്ല. അതായത് അവരെ പുതിയ വീട് വെച്ചിട്ട് നമ്മൾ പോയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ വാവനെയും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോയി. നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിൽ കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ ഇവരെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരെ വീട്ടിലെത്തുന്ന ആ ഒരു ടൈമിലൊക്കെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നൊക്കെ ഒരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് വീഡിയോ അങ്ങനെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാത്തവരൊക്കെയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ വീഡിയോസ് എടുക്കണതൊന്നും ഇഷ്ടമാവണമെന്നില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവരെ ഞാൻ വീഡിയോയിലേക്ക് എടുക്കാറുള്ളൂ. അല്ലാണ്ട് ഞാൻ നിർബന്ധിച്ച് വീഡിയോ എടുക്കലോ അല്ലാന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാണ്ട് എടുക്കലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും കേട്ടോ, ഞാനിങ്ങനെ ഇന്ന് യൂട്യൂബിൽ ഇടുമെന്നുള്ള കാര്യം ഞാൻ പറയും. അങ്ങനെ നമ്മൾ എത്തി. അവിടെ ചടങ്ങ് തുടങ്ങാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടൈമില്ല, അതായത് പേരിൽ ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ബാക്കി എല്ലാ ചടങ്ങും നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ഒരു ചിറ്റ. ആ ചിറ്റയുടെ ഹസ്ബൻഡാണ്. ഇതാണ് കേട്ടോ അവരെ രണ്ടാമത്തെ വാവ. ഫസ്റ്റത്തെ കൊച്ചിരി വലുതാണ് കേട്ടോ. അതായത് ഈ ഒരു സമയത്ത് കൊച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല. കൊച്ചവിടെ കളിച്ചൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ മെയിനായിട്ടുള്ള ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ഇടൽ, അതുപോലെ തന്നെ ഈ ഗോൾഡൊക്കെ കൊടുക്കൂലേ, ആ ഒരു ചടങ്ങ് മാത്രമായിരുന്നു കേട്ടോ. അങ്ങനെ ചടങ്ങ് കഴിഞ്ഞിട്ട് എല്ലാവരും ഗോൾഡൊക്കെ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് കുറേ ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളും പിന്നെ അവർ ഈ ചിറ്റയുടെയൊക്കെ കുറേ ചേച്ചിയനിയത്തിമാരും അതുപോലെ തന്നെ അവരങ്ങള അത്രയും പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഈ ഒരു ചടങ്ങ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചടങ്ങ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ മൂത്ത കൊച്ച് വന്നിട്ടുണ്ടായിരുന്നത്. എന്നെ വിളിച്ചില്ലെന്നും പറഞ്ഞ് വന്ന് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കളിച്ചൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ ഗോൾഡൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവരവരെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അവയാണെങ്കിൽ ഒരു ശല്യവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പേര് റിവീൽ ചെയ്തു. അങ്ങനെ പേര് റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേര് വന്നിട്ട് അദ്വിക്കുന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പേര് റിവീൽ ചെയ്തതിന് ശേഷം എല്ലാവരും ആ ഒരു ഫാമിലിയുടെ ഒപ്പം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 ഇതായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വെല്ലുമ്മ അച്ചാമ്മ എല്ലാവരും കൂടി നിന്ന് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവർ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡ് വന്നിട്ട് പപ്പടമഴം പായസം വരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നേരെ കഴിച്ചു. എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകണം. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാണുന്നത് ഇങ്ങനെ ഓരോ ഫംഗ്ഷനാണ് കേട്ടോ. അതായത് അച്ചാമ്മയുടെ ഫാമിലിനെ കാണുന്നത്. ഈ കാണുന്നത് അച്ചാമ്മയുടെ അനിയത്തിയുടെ പേരക്കൊച്ചാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ ഒരു ഇളയച്ചൻ്റെ മോളാണ് കേട്ടോ. ഈ ഒരു വാവ നമ്മളെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമ്മളിങ്ങനെ കാണലുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന പോലെ തന്നെ വല്യമ്മ വലിച്ചനും സ്കൂട്ടിക്കും പോയി. അതുപോലെ തന്നെ ഞങ്ങൾ ഓട്ടോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാവേ. ബൈ ബൈ.